മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തോടനുബന്ധിച്ച് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ അധ്യക്ഷതയിൽ മുട്ടുചിറയിൽ നടന്ന നസ്രാണി യോഗം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. യൂറോപ്യൻ വൽക്കരണത്തിനെതിരെയും നസ്രാണികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ത്യാഗപൂർവമായ നേതൃത്വം നൽകിയ മുട്ടുചിറ ന്യായപ്പള്ളി പഴയ പള്ളിയിലുള്ള അർക്കദിയാക്കോൻ നടക്കൽ യാക്കോബ് കത്തനാരുടെ ഖബർ സന്ദർശിച്ചതിനു ശേഷം സുറിയാനി നമസ്കാരത്തിനും കൽസ്ലീവ വണക്കത്തിനും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പോലിത്ത മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത എന്നിവർ നേതൃത്വം നൽകി. അൺഡിവൈഡഡ് ഇന്ത്യ എന്ന ആശയം നസ്രാണികൾക്കാണ് മറ്റാരേക്കാളും മുൻപേ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു. യഹൂദ പാരമ്പര്യവും ഭാരതീയ പാരമ്പര്യവും സന്തുലിതമായി കാത്തുസൂക്ഷിച്ചവരാണ് മാർത്തോമാ നസ്രാണികൾ. 16-17 നൂറ്റാണ്ടുകളിൽ പോലും വൈദേശിക അടിച്ചമർത്തലുകൾക്കെതിരെ തികഞ്ഞ ദേശീയ ബോധത്തോടെ നിലപാടുകൾ എടുത്തവരാണ് നസ്രാണികൾ. മദ്ബഹായുടെ ഉൾവശം മുതൽ ചുറ്റുമതിലും പള്ളിക്കുളവും ഉൾപ്പെടെ നസ്രാണിത്വം കാത്തുസൂക്ഷിക്കപ്പെടുന്ന മുട്ടുചിറ നസ്രാണി പള്ളിയിൽ നടന്ന ഈ സമുദായ യോഗവും ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെടും എന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. നസ്രാണികൾക്ക് 18-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന പൊതുപൈതൃകവും സംസ്കാരവും ആചാരങ്ങളും പുനരുദ്ധരിച്ച് നസ്രാണി സമുദായ ഐക്യം സാധ്യമാക്കാൻ കഴിയും എന്ന് ഉദ്ഘാടന വേളയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വലിയ മെത്രാപ്പോലിത്ത സൂചിപ്പിച്ചു. സഭകൾ തമ്മിലുള്ള ഐക്യത്തിനായി പലതലങ്ങളിൽ പ്രവർത്തിക്കാം. ദൈവശാസ്ത്ര കൗദാശിക കാര്യങ്ങളിൽ ഔദ്യോഗിക സംവിധാനങ്ങളുണ്ട്. സഭകൾ യോജിച്ചുള്ള സമുദായ ഐക്യം കുറെ കൂടി സാമൂഹിക മാനമുള്ളതാണെന്നും ആ കാലഘട്ടത്തിന്റെ ആനുകാലിക വിഷയങ്ങളോട് സംവദിക്കുന്നതിൽ ഇത് വളരെ അത്യാവശ്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കർദിനാൾ പ്രസ്താവിച്ചു. മറ്റ് സഭകളിലെ മെത്രാന്മാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായരെയും എല്ലാം സ്വന്തം സഹോദരങ്ങളെ പോലെ എല്ലാവരും കാണുമ്പോഴും ഇടപഴകുമ്പോഴുമാണ് ഇത് എളുപ്പത്തിൽ സാധ്യമാവുക. നസ്രാണി പള്ളികളിൽ തിരുനാളുകളും ആഘോഷങ്ങളും മറ്റും നടക്കുമ്പോൾ സഹോദരി സഭകളിലുള്ളവരെയും ക്ഷണിക്കുകയും ഇടവകാ തലങ്ങളിൽ അത്തരം സമീപനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം, മാർ ആലഞ്ചേരി പറഞ്ഞു. നസ്രാണി ഐക്യദീപം 7 നസ്രാണി സഭകളിൽ നിന്നുമുള്ളവർ ചേർന്ന് തെളിയിക്കുകയും അഭിവന്യ പിതാക്കന്മാർ നസ്രാണി ജാതി ഐക്യസംഘം മുന്നേറ്റത്തിന്റെ പ്രവർത്തനോദ്ഘാടനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സമുദായ ശാക്തീകരണവും ഐക്യവും ലക്ഷ്യമാക്കി വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ നസ്രാണി പ്രതിനിധികൾ വർത്തമാന പുസ്തക പാരായണത്തിന് തുടക്കം കുറിച്ചതിനു ശേഷം മട്ടാഞ്ചേരി പടിയോല, അങ്കമാലി പടിയോല എന്നിവ അനുസ്മരിക്കുകയും നസ്രാണികളുടെ ഐക്യത്തിനായി റൂഹാ സത്യം എന്ന പേരിൽ യോഗത്തിൽ പങ്കെടുത്ത വൈദികരും വിശ്വാസികളും യോഗാവസാനം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വികാരി ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ സ്വാഗതമാശംസിച്ച യോഗത്തിൽ പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എക്യുമെനിസം കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് തേക്കടയിൽ, യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ സഭ അംഗം ഷെവലിയാർ ഉമ്മച്ചൻ വേങ്കടത്ത്, സീറോ മലബാർ സഭാംഗം ശ്രീ സെന്നിച്ചൻ കുര്യൻ, KCCC ജനറൽ സെക്രട്ടറിയും മലങ്കര മാർത്തോമാ സുറിയാനി സഭാംഗമായ ഡോക്ടർ പ്രകാശ് പി തോമസ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാംഗം ഡോക്ടർ ജേക്കബ് മണ്ണുമൂട്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ശ്രീ ബിനോയ് പി മാത്യു, ശ്രീ ആന്റണി ആറിൽ ചിറ ചമ്പക്കുളം, ഫാദർ സിറിൽ തോമസ് തയ്യിൽ, ഫാദർ ഫിലിപ്പ് വടക്കേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ദേശങ്ങളിൽ കടന്നുവരുന്ന നസ്രാണി സമുദായ യോഗങ്ങളുടെ പ്രതിനിധികൾ 7 നസ്രാണി സഭകളിൽ നിന്നായി പങ്കെടുത്ത സമുദായ യോഗം വലിയ ആവേശമായി മാറി.